സ്പോട്ടിഫൈയിൽ 10 ലക്ഷത്തിലധികം കേൾവിക്കാരുള്ള മ്യൂസിക് ബാൻഡായ ദ വെൽവെറ്റ് സൺഡൗൺ 4 അംഗങ്ങളുള്ള ബാൻഡിന്റെ 2 ആൽബങ്ങൾക്കും സ്പോട്ടിഫൈയിൽ ആരാധകരേറെയാണ്. പക്ഷെ സത്യത്തിൽ ഇതാരെന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കില്ല. സംഗതി AI ആണ്. ഫ്ലോട്ടിംഗ് ഓൺ എക്കോസ്, ഡസ്റ്റ് ആൻഡ് സൈലൻസ് എന്ന 2 മ്യൂസിക് ആൽബങ്ങൾ ദ വെൽവെറ്റ് സൺഡൗൺ സ്പോട്ടിഫൈയിൽ റിലീസ് ചെയ്യുന്നു. ആഴ്ചകൾക്കുള്ളിൽ 10 ലക്ഷത്തിലധികം കേൾവിക്കാർ. ഇതോടെ ബാൻഡ് വൈറലായി. ഇൻസ്റ്റഗ്രാം, എക്സ്, ടിക്ടോക്ക് എന്നീ സോഷ്യൽ മീഡിയകളിൽ ബാൻഡ് അംഗങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നു. എന്നാൽ ട്വിസ്റ്റ് അവിടെയല്ല. ആ ബാൻഡ് മെമ്പേഴ്സിനെ ആരും കണ്ടിട്ടില്ല. ഇന്റർവ്യൂകളോ സ്റ്റേജ് ഷോകളോ നടത്തിയിട്ടില്ല. ആർക്കും സോഷ്യൽ മീഡിയയിൽ വ്യക്തിഗത അക്കൗണ്ടുകളുമില്ല. സംശയം വളർന്നു. സംഗതി AI ആണെന്ന വാർത്ത അങ്ങ് പരന്നു. എന്നാൽ ബാൻഡ് അത് ആദ്യം നിഷേധിച്ചു. BBC അഭിമുഖമടക്കം അവർ നിരസിച്ചു. ബാൻഡിന്റെ വക്താവ് എന്ന പേരിൽ ആളുകൾ രംഗത്ത് വന്ന് AI സഹായത്തോടെ സൃഷ്ടിച്ച ഗാനങ്ങളാണെന്നും മറ്റും വാർത്തകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇതോടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ ബാൻഡ് ഒരു കാര്യം പറഞ്ഞു: എല്ലാ കഥാപാത്രങ്ങളും സംഗീതവും വരികളും എല്ലാം AI സഹായത്തോടെ നിർമ്മിച്ച യഥാർത്ഥ സൃഷ്ടികളാണ്. അതായത് പൂർണ്ണമായും മനുഷ്യനോ പൂർണ്ണമായും യന്ത്രമോ അല്ല, അതിനിടയിലുള്ള ഒന്നാണ് ദ വെൽവെറ്റ് സൺഡൗൺ. ഇതാണ് ബാൻഡിന്റെ വാദം. AI ആണോ അല്ലയോ എന്നുള്ള തർക്കം നടക്കുന്നതിനിടെ കലാസൃഷ്ടികൾക്ക് മേൽ AI ഉണ്ടാക്കുന്ന ആഘാതത്തെ പറ്റിയും പലരും ആശങ്കപ്പെടുന്നു. സംഗീതത്തിന്റെ പകർപ്പവകാശം ലംഘിച്ചാണ് പലയിടത്തും AI ടൂളുകൾക്ക് പരിശീലനം. UK-യിൽ ഡേറ്റ ഉപയോഗത്തിന് കൊണ്ടുവരുന്ന നിയമത്തിൽ AI, കോപ്പിറൈറ്റ് എന്നിവ ഉൾപ്പെടുത്തണമെന്നത് കലാകാരന്മാർ വാദിച്ചിരുന്നു. പക്ഷെ ഫലം കണ്ടില്ല. മനുഷ്യ മനസ്സിനെ ഏറ്റവും സ്വാധീനിക്കാനാകുന്ന സംഗീതത്തിൽ വരെ AI അധിനിവേശം എന്നതാണ് ചർച്ചകളിലെ ആശങ്ക. AI കടന്നുകയറ്റം തടയുന്ന നിയമങ്ങൾ വരുമോ എന്ന് നോക്കാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് മലയാളം.